الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. أفمن يمشي مكبا على وجهه أهدى أمن يمشي سويا على صراط مستقيم. قل هو الذي أنشأكم وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون. صدق الله العظيم. ബഹുമാന്യരായ സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, ജീവിതത്തിൻ്റെ നാനാമേഖലകളിൽ സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അന്ത്യദൂതൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മഹത്തായ ചര്യകൾ പിന്തുടർന്ന് ജീവിതത്തെ അർത്ഥപൂർണമാക്കി തീർക്കുവാൻ ഞാൻ എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മിപ്പിക്കുകയാണ്. കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും നല്ലത് മാത്രം പിൻപറ്റുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച സജ്ജനങ്ങളായ സത്യവിശ്വാസികളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, സത്യവിശ്വാസി എന്ന് പറയുമ്പോൾ ഒരു സത്യവിശ്വാസി തൻ്റെ ബുദ്ധിയും ചിന്തയും അറിവ് നേടാനുള്ള ഇന്ദ്രിയങ്ങളും ഉപയോഗപ്പെടുത്തി അജ്ഞതയിലും ചതിയിലും ചൂഷണത്തിലും പെട്ടുപോകാതെ ഉജ്ജ്വലമായ ഒരു സത്യ ആദർശം നെഞ്ചിലേറ്റി തല ഉയർത്തി നെഞ്ച് നിവർത്തി നടക്കുന്നവനാണ് യഥാർത്ഥ സത്യവിശ്വാസി. എന്നാൽ ഇന്ന് ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് തൻ്റെ തുറന്നിരിക്കുന്ന കണ്ണും തൻ്റെ കൂർപ്പിച്ചു വച്ചിരിക്കുന്ന കാതും തൻ്റെ ഉണർന്ന ബുദ്ധിയും വേണ്ടുവോളം ഉപയോഗപ്പെടുത്താതെ ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിന് നിരക്കാത്ത നിലയിൽ അജ്ഞതയിലും വഞ്ചനയിലും ചതിയിലും ചതിക്കുഴികളിലും പെട്ടുപോകുന്ന ദാരുണമായ അവസ്ഥ നമ്മുടെ സമൂഹത്തിൽ പരക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജീവിത പരിസരത്തുടനീളം ചതിക്കുഴികൾ മറഞ്ഞിരിക്കുന്നു എന്ന കാര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് മാത്രമേ നമുക്ക് വഴി നടക്കാൻ സാധിക്കുകയുള്ളൂ. ഇസ്ലാമിക പാണ്ഡിത്യത്തിന്റെ പേരിൽ പൗരോഹിത്യം അവർ കുഴിക്കുന്ന ആത്മീയതയുടെ പലതരത്തിലുള്ള ചതിക്കുഴികളും ദുർമന്ത്രവാദികൾ കുഴിക്കുന്ന പൈശാചികതയുടെ ചതിക്കുഴികളും രാഷ്ട്രീയ മേലാളന്മാർ കുഴിച്ചു വെക്കുന്ന ചൂഷണത്തിൻ്റെതും ബിസിനസ് ഭീമന്മാര് കുഴിക്കുന്ന തട്ടിപ്പിന്റെ ചതിക്കുഴികളും കമ്പോളം കുഴിച്ചിടുന്ന വഞ്ചനയുടെ ചതിയുടെ മായം ചേർക്കലിന്റെ ചതികളും വളരെ സുമോഹനമായ സ്വതന്ത്ര
ചിന്തയുടെ പേരിൽ എഴുന്നള്ളിക്കപ്പെടുന്ന കാമവർണ്ണങ്ങളുടെ ചതിക്കുഴികളും അതേപോലെ മേലാളന്മാര് കുഴിക്കുന്ന കുറുക്കുവഴിയുടെ ചതിയും ഇതെല്ലാം നമ്മുടെ മുമ്പിൽ മറഞ്ഞിരിപ്പുണ്ട്. വേണ്ടത്ര ജാഗ്രതയോടെ കണ്ണുകൾ തുറന്നു പിടിച്ച് ബുദ്ധിയെ ഉണർത്തിവെച്ച് മുമ്പോട്ട് പോകാത്തവരൊക്കെ ആ ചതിക്കുഴികളിൽ അകപ്പെട്ടു പോകും. അവർ ദുനിയാവിലും ആഖിറത്തിലും നഷ്ടപ്പെട്ടു പോകുന്നവരായിരിക്കും. സഹോദരങ്ങളെ, ഏതാനും നാളുകൾക്ക് മുമ്പാണ് നമ്മളൊരു പത്രവാർത്ത കേട്ടത്. കാസർഗോഡ് ജില്ലയിലെ ഷഫീന എന്ന് പറയുന്ന ഒരു ജിന്നുമ്മ, ഒരു ദുർമന്ത്രവാദിനി, അവിടെയുള്ള ഒരു ഗഫൂർ ഹാജി എന്ന് പറയുന്ന ഒരു സഹോദരൻ, അയാളെ സ്വർണം ഇരട്ടിപ്പിച്ചു കൊടുക്കും. അയാൾക്ക് ആ വാഗ്ദാനത്തിൽ മയങ്ങി അയാളുടെയും ബന്ധുക്കളുടേതുമായ 596 പവൻ സ്വർണം, സ്വന്തമായുള്ളതും കടം വാങ്ങിയതും എല്ലാം കൂടി എടുത്ത് ആരോരും അറിയാതെ നാളെ മറ്റന്നാൾ സ്വർണം ഇരട്ടിപ്പിച്ച് ഭൂലോകത്തെ ഏറ്റവും വലിയ അതിസമ്പന്നനായി മാറാമെന്ന മനപ്പായസമുണ്ടുകൊണ്ട് ഹജ്ജ് ചെയ്ത ഹാജിയാര് നേരെ കൊണ്ടുവന്ന് ഷഫീന എന്ന ജിന്നുമ്മയെ ഏൽപ്പിക്കുന്നു. അവരും അവരുടെ പരിവാരങ്ങളും കൂടി പിന്നെ അതിന്റെ മേൽ നടപടികളുമായി സ്വന്തമാക്കി മുമ്പോട്ട് പോകുന്നു. ഒരു സുപ്രഭാതത്തിൽ ഗഫൂർ ഹാജി മരണപ്പെട്ടു പോകുന്നു. സ്വാഭാവിക മരണമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നു. പിന്നീട് തിരിച്ചറിയുന്നു അത് ചതിയിൽ കൊലപ്പെടുത്തിയതാണ് എന്ന്. അവസാനം കബറിടത്തിൽ നിന്നും തോണ്ടിയെടുത്ത് പരിശോധിക്കുമ്പോൾ തലയുടെ പുറകിലേറ്റ മാരകമായ മുറിവിന്റെ പേരിലാണ്, ക്ഷതത്തിന്റെ പേരിലാണ് അദ്ദേഹം മരണപ്പെട്ടു പോയത്. അവസാനം ഇവരെല്ലാം പിടികൂടുമ്പോഴാണ് ഈ ഞെട്ടിപ്പിക്കുന്ന കഥകൾ പുറത്തു വരുന്നത്. തട്ടമിട്ട, പർദ്ദയിട്ട, മുഖം മൂടി ധരിച്ച, നിസ്കാരത്തിന്റെ തഴമ്പുള്ള ആളുകൾ ഉൾപ്പെടെ ചുറ്റും പിടിച്ചു വക്കം നിർത്തപ്പെട്ടിരിക്കുന്ന അവസ്ഥ നമ്മളൊക്കെ കണ്ടതാണ്. സഹോദരങ്ങളെ, ഇത്തരത്തിൽ നമസ്കരിക്കുന്ന, നോമ്പ് പിടിക്കുന്ന, ഹജ്ജ് ചെയ്യുന്ന, സകാത്ത് കൊടുക്കുന്ന, അതല്ലെങ്കിൽ നന്മ ചെയ്യുന്നു എന്ന് പറയപ്പെടുന്ന ആളുകൾ, അവരുടെ ഉള്ളിൽ ഇതേപോലുള്ള ദുർമോഹങ്ങളുണ്ട്. പലതരത്തിലും മനുഷ്യനെ ചതിക്കാനും പറ്റിക്കാനും തട്ടിക്കാനും കാത്തിരിക്കുന്ന ഉപജാപക സംഘങ്ങളുടെ പിടുത്തത്തിൽ അവർ പെട്ടുപോവുകയാണ്. അവസാനം പെട്ടുപോയാലും മാനം മറയ്ക്കാൻ വേണ്ടി അവർ പുറത്തു പറയാതെ അവരുടെ സ്വകാര്യ ദുഃഖങ്ങൾ ഉള്ളിലടക്കി അവർ മുമ്പോട്ട് പോകുന്ന അവസ്ഥകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, ഇതുപോലെയാണ് കഴിഞ്ഞ ദിവസം ഒരു പത്രവാർത്ത വന്നത്. ഒരു അഷ്റഫ് സഖാഫി, അദ്ദേഹം കുറെ ആളുകളെയും കൂട്ടി ഉംറയ്ക്ക് പോയി. ഉംറയ്ക്ക് പോയിട്ട് മദീനയിലെത്തിയപ്പോൾ സ്ത്രീകളടക്കമുള്ള സംഘത്തെ മദീനയിൽ ഒഴിവാക്കിയിട്ട് മുങ്ങിക്കളഞ്ഞു. അവർക്ക് ആഹാരമില്ല, വെള്ളമില്ല, അവർക്ക് പോകാനുള്ള വഴികളിൽ അറിയില്ല, തിരിച്ചു വരാനുള്ള മാർഗമില്ലാതെ പൊറുതിമുട്ടി. അവർ മാധ്യമങ്ങൾക്ക് അറിയിപ്പ് കൊടുത്തു. പ്രസ്താവനകളുമായി രംഗത്ത് വന്നപ്പോഴാണ് ലോകം ഞെട്ടുന്നത്. മലയാളക്കരയിലെ സത്യവിശ്വാസികൾ ഞെട്ടിത്തരിച്ചു നിൽക്കുന്നത്. ഇതിനെ ചുറ്റിപ്പറ്റി ഇപ്പോൾ പലരും പത്രവാർത്തകളായിട്ടും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലുമൊക്കെ സ്വകാര്യ ദുഃഖങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ്. പാനൂർക്കാരനായ മർഹൂം പാനൂർ തങ്ങളുടെ മകൻ, അദ്ദേഹത്തിന്റെ മകൻ സയ്യിദ് മഖ്ദൂം തങ്ങൾ എന്ന ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ സ്വകാര്യ ദുഃഖങ്ങൾ പങ്കുവെച്ചുകൊണ്ട് എഴുതിയ ഒരു കുറിപ്പ് വായിക്കാനിടയായി. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിനും ഇതേപോലെ തട്ടിപ്പുകൾക്ക് ഇരയായതിന്റെ കഥ പറയാനുണ്ട് എന്നാണ്. 146 ആളുകളെ ഉംറയ്ക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിന്റെ കൂടെയുള്ളവരുടെയും കയ്യിൽ നിന്നും 7 ലക്ഷം രൂപ വീട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോകുന്നു. ചന്ദ്രിക പത്രത്തിൽ ഉംറ ട്രാവൽസിന്റെ പരസ്യം കണ്ട് അദ്ദേഹം വിളിച്ച പാടെ തന്നെ ഓടിയെത്തുകയാണ് ഒരാള്. വീട്ടിൽ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിനയാന്വിതനായി അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് 7 ലക്ഷം രൂപ യാതൊരു രേഖയുമില്ലാതെ വാങ്ങിക്കൊണ്ടുപോകുന്നു. നാളെ മറ്റന്നാൾ അതിനുള്ള ഏർപ്പാടുകളാവുമെന്ന് കരുതിയിരിക്കുമ്പോ ഒരനക്കവുമില്ല. പിന്നീട് പറഞ്ഞ ഡേറ്റിൽ വിളിച്ചു നോക്കുമ്പോ
അദ്ദേഹം മുങ്ങിയിരിക്കുകയാണ്, ഒരു വിവരവുമില്ല. പിന്നീട് മനസ്സിലാക്കുന്നു, ഇദ്ദേഹത്തിന് ഒരു ദിവസം കോഴിക്കോട് ഒരു പള്ളിയിൽ വെച്ച് പൊക്കി, അവസാനം വളഞ്ഞു വെച്ച് അദ്ദേഹവും കൂട്ടുകാരും കൂടി ചോദ്യം ചെയ്യുമ്പോ അദ്ദേഹം പറഞ്ഞത്, പെട്ടുപോയി, ഞാൻ തമിഴ്നാട്ടിൽ കാറ്റാടിക്കടയുടെ ഒരു ബിസിനസിന് വേണ്ടി അത് കൊടുത്തുപോയി. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോണിൽ പിന്നെയും അവിടെ നിന്ന് മെസ്സേജുകൾ വരികയാണ്. പരിശുദ്ധമായ ഹജ്ജിന്റെ പൈസയാണ് തട്ടിച്ചുകൊണ്ട് പോയത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിന്റെ മൊബൈലിൽ. തുടർന്ന് പിന്നീടും ഇദ്ദേഹം പറയുന്നു, ഈ തങ്ങൾ പറയുന്നു, അതേപോലെ ഹജ്ജിന് പോയ സമയത്ത് അവിടെ വെച്ച് ഇദ്ദേഹത്തെ വീണ്ടും കണ്ടുമുട്ടാനിടയായി വേറൊരു സംഘവുമായിട്ട്. അപ്പോൾ അദ്ദേഹം വന്ന് ചെവിയിൽ പറയുകയാണ്, പഴയ സംഭവങ്ങളൊന്നും പുറത്ത് പറഞ്ഞു കളയല്ലേ തങ്ങളെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് മുങ്ങുകയാണ്. സഹോദരങ്ങളെ, ഇതേപോലെ ഒരുപാട് ആളുകളുടെ സ്വകാര്യ ദുഃഖങ്ങൾ, ചൂഷണത്തിനിരയാകുന്ന, തട്ടിപ്പിനിരയാകുന്ന ആളുകളുടെ കഥകള് നമുക്കവിടെ കേൾക്കാൻ കഴിയുകയാണ്, കാണാൻ കഴിയുകയാണ്. ഇതേപോലെ തന്നെയാണ് പലതരത്തിലുള്ള വേറെയും തട്ടിപ്പുകൾ നമുക്ക് കാണാൻ കഴിയും. ഓൺലൈനില് ദിക്റിന്റെയും ദുആയുടെയും സ്വലാത്തിന്റെയും പേരിൽ ഓൺലൈൻ ഔലിയാക്കന്മാർ രംഗത്തിറങ്ങിയിട്ടുള്ള കാലമാണ്. ആരാണോ എവിടെ നിന്നാണോ സ്വരമുള്ളവൻ, പാട്ടുപാടാൻ അറിയുന്നവൻ, ഈണവും ഇമ്പവും ഉള്ളവൻ, എല്ലാവനും വാളെടുത്തവൻ വെളിച്ചപ്പാടെന്ന് പറയും പോലെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ അങ്ങോട്ട് ഓണാക്കി, അല്ലെങ്കിൽ ഒരു ക്യാമറാമാനെ വെച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരുത്തനെ വെച്ച് യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ, ആളുകളിൽ നിന്ന് പണം തട്ടാൻ ഓരോരോ പുതിയ തരത്തിലുള്ള ദിക്റുകളും ദുആകളും അത്ഭുത സ്വലാത്തുകളും ഒക്കെ പറഞ്ഞ് ആളുകളെ തട്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവരോടൊപ്പം സലാത്ത് ചെല്ലണം, ഇവരോടൊപ്പം മൗലിദ് ഓതണം, ഇവരോടൊപ്പം ഖുർആൻ ഓതണം. ഇവരെ ആ പെണ്ണുങ്ങള് ഓരോ വീട്ടിലുള്ള അവസ്ഥ എന്താ? അവിടെ ഭർത്താവിനെ നോക്കാൻ സമയമില്ല, വീട് പരിചരിക്കാൻ സമയമില്ല, പാചകം ചെയ്യാൻ സമയമില്ല, കുട്ടികളെ ഒരുക്കാൻ സമയമില്ല, അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെമായി ബന്ധപ്പെട്ട ഹോംവർക്കുകൾ പരിശോധിക്കാൻ അവർക്ക് സമയമില്ല, ബന്ധുക്കളെ നോക്കാൻ സമയമില്ല, വേദന കൊണ്ട് പുളയുന്ന ആളുകളെ നോക്കാൻ പോലും സമയമില്ല. അടുത്തിടെ ഒരു സഹോദരന്റെ രോഗസന്ദർശനം, അടുത്തൊരു ബന്ധുവിന്റെ രോഗസന്ദർശനം നടത്തുമ്പോ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് സ്വകാര്യമായി പറയുകയാണ്, നമ്മുടെ ഭാര്യ, എന്റെ പ്രിയപ്പെട്ട ഭാര്യ, ഞാനിവിടെ മുട്ടുകാല് മാറ്റിവെച്ച് ഓപ്പറേഷൻ ചെയ്തിട്ട് വേദന കൊണ്ട് പുളയുകയാണ്. രാത്രി 1 മണി സമയത്തും ഇവിടെ ഇത് വെച്ചിട്ട് മൊബൈൽ ഫോണും വെച്ചിട്ട് ഇങ്ങനെ റാത്തി പോരുകയാണ്, സ്വലാത്ത് ചെല്ലുകയാണ്. ആര്? തങ്ങൾ ഉണർന്നിരിക്കുകയാണ്. ഏതോ ഒരു പുതിയ തങ്ങൾ ഇറങ്ങി അദ്ദേഹം ഇങ്ങനെ ബോധിക്കൊടുക്കുകയാണ്, ഏറ്റു ചൊല്ലുകയാണ്. രാവിലെ 10 മണിയായാൽ പിന്നെ ചെവിയാക്കാൻ പറ്റൂല. തൊട്ടപ്പുറത്ത് നിന്നും വേറൊരു പിന്നെ യൂട്യൂബ് ഒരു ബോക്സ് എടുത്തു വെച്ചിട്ട് അവിടെ നിന്ന് മതിലിന്റെ മുകളിൽ ഒരാൾ കൊണ്ടുവെക്കും. ഇവിടെ നിന്ന് അടുത്ത ആളും കൂടി ചൊല്ലാൻ തുടങ്ങും. അങ്ങോട്ട് വീട്ടുകാര്യം നോക്കാൻ സമയമില്ല, വേറെ ഒരു കാര്യത്തിന് സമയമില്ല. ഇത് തന്നെ പരിപാടി. ഇതാണോ ദീന്? സഹോദരങ്ങളെ, എന്താണ് അവസ്ഥകൾ? ഇങ്ങനെ ആത്മീയതയുടെ പേരിലുള്ള തട്ടിപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പൈസ കൊടുക്കണം. വേറൊരു മൊയ്യാൻ ഇറങ്ങി, അയാൾ എന്താണ്? അയാൾ പറഞ്ഞു, ഇപ്പൊ റസൂലുള്ളാഹിയെ സ്വപ്നം കണ്ടിരിക്കുകയാണ്, എനിക്ക് അല്ലാഹുവിന്റെ റസൂൽ ഇന്ന സ്ഥലമൊക്കെ തരാന്ന് പറഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞിട്ടൊരു തട്ടിപ്പ്. എന്ത് പറഞ്ഞാലും പാവം പെണ്ണുങ്ങൾ, സഹോദരിമാർ, അവർ അതിലേക്ക് വീണു പോവുകയാണ്. ഇങ്ങനെയുള്ള തട്ടിപ്പുകൾക്ക് ഇരയാകുന്നു. ആത്മീയമായ തട്ടിപ്പുകൾക്ക് വ്യാപകമായി ഇരയാക്കപ്പെടുന്ന അവസ്ഥ നമ്മൾ ധാരാളമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, അങ്ങനെ എല്ലാ തട്ടിപ്പുകൾക്കും ഇരയായിട്ട് പിന്നെ അവർക്ക് ആ നാണക്കേട് സഹിക്കാൻ വയ്യാതെ അവർ പുറത്തു പറയുന്നില്ല, അവർ ഉള്ളിൽ അത് ഒതുക്കി വെക്കുകയാണ്. ഇതേപോലെ തന്നെയാണ് ഓൺലൈൻ തട്ടിപ്പുകൾ വേറെയും വന്നുകൊണ്ടിരിക്കുന്നു. പണം തട്ടിക്കൊണ്ടു പോകുന്ന പരിപാടികള്, കമ്പോളത്തിലെ തട്ടിപ്പുകള്, ഇതെല്ലാം ആളുകൾ അതിലൊക്കെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത്, അതൊക്കെ ലൈക്ക് ചെയ്ത്, അതിന്റെ പിന്നാലെ കൂടി പണം അയച്ചു കൊടുത്ത് പരീക്ഷണം നടത്തി അവസാനം തട്ടിപ്പിനിരയാകുന്നു. ആദ്യമൊക്കെ ഈ ഓൺലൈൻ നിക്ഷേപ തട്ടിപ്പുകള് ആദ്യമൊക്കെ പൈസ കൊടുക്കും, അതിന് ചേർന്ന് കഴിഞ്ഞാൽ ആദ്യമൊക്കെ പണം കൊടുക്കും. പിന്നീട് എന്ത് ചെയ്യും? ആ പൈസ അപ്പോ വലിയ എമൗണ്ട് ഈടാക്കാൻ, വലിയ എമൗണ്ട് കൊടുക്കാൻ വേണ്ടി അവരോട് ആവശ്യപ്പെടും. അതും അവർ കൊടുക്കും. അപ്പോഴാണ് പിന്നെ അവിടെ നിന്ന് അങ്ങേ തലയ്ക്കൽ നിന്ന് അനക്കൊന്നുമില്ല. ആ സാധനമെല്ലാം മരവിച്ച് നിശ്ചലമായി പോയി. പൈസ തട്ടിപ്പിനിരയായതിന്റെ കഥകൾ വരുന്നത്. ഓൺലൈൻ തട്ടിപ്പുകൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. കമ്പോളത്തിൽ ഇറങ്ങാൻ നിവൃത്തിയില്ല. കമ്പോളത്തിൽ നിന്നും നമ്മൾ തിന്നുന്നതും കുടിക്കുന്നതുമായ സാധനങ്ങൾ
അരിയും ധാന്യങ്ങളും പച്ചക്കറികളും പഴങ്ങളും മത്സ്യവും മാംസവും എന്ത് സാധനം നോക്കിയാലും അതൊക്കെ തന്നെ വളരെ മാരകമായ രാസപദാർത്ഥങ്ങൾ, കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥങ്ങൾ അതിൽ നിന്ന് മലീമസമായ അവസ്ഥയിലാണുള്ളത്. നമ്മുടെ വീട്ടിലെ പച്ചക്കറികളും പഴങ്ങളും എടുത്ത് നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കണ്ട, നിങ്ങൾ അവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് തുറന്ന പ്രതലത്തിൽ വെച്ച് നോക്കൂ. ദിവസങ്ങളോളം അത് പുഴുവരിക്കാതെ, അത് ചീഞ്ഞു പോകാതെ ഇരിക്കുന്നത് കാണാൻ കഴിയും. കാരണം എന്താണ്? അതിന്റെ ഉള്ളിൽ മാരകമായ വിഷപദാർത്ഥങ്ങളാണ് അതിലേക്ക് സന്നിവേശിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം മനുഷ്യന്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോ ഇതെല്ലാം അവന്റെ ആരോഗ്യത്തെ നശിപ്പിക്കുകയാണ്. ഒരു ഭാഗത്ത് നമ്മുടെ റൂഹിനെ കൊള്ളയടിക്കുന്നു, ആത്മീയ തട്ടിപ്പിന്റെ പേരില് അതിനെ റൂഹിനെ കൊള്ളയടിക്കുകയാണ്. മറ്റൊന്ന് നമ്മുടെ ശരീരത്തെ, ജസദിനെ കൊള്ളയടിക്കുകയാണ്. ശരീരത്തിലേക്ക് പോകുന്ന പോഷകമൂല്യം, ആഹാര പദാർത്ഥങ്ങൾ, ഇതൊക്കെ തന്നെ മാരകമായ വിഷപദാർത്ഥങ്ങൾ അടങ്ങിയ വസ്തുക്കളാക്കി മാറ്റുകയാണ്. സഹോദരങ്ങളെ, ഇത് നമ്മുടെ ആരോഗ്യത്തെ കാര്യമായി ബാധിച്ചുകൊണ്ടിരിക്കുന്നു. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുന്ന ഈ മഹാ വിഷപദാർത്ഥങ്ങൾ ഉള്ളിലേക്ക് കടക്കുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. മനുഷ്യന് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, എല്ലാവർക്കും പ്രശ്നങ്ങളാണ്. ക്യാൻസർ വർദ്ധിക്കുന്നു, കിഡ്നി രോഗങ്ങൾ വർദ്ധിക്കുന്നു, അതേപോലെ ഹാർട്ട് അറ്റാക്ക് വർദ്ധിക്കുന്നു, അതേപോലെ കുഴഞ്ഞു വീണ മരിക്കൽ വർദ്ധിക്കുന്നു. മനുഷ്യന്റെ രക്തത്തിന്റെ ചംക്രമണ സ്വഭാവത്തിൽ, അതിന്റെ ഘടകങ്ങളിൽ കാര്യമായ വേരിയേഷൻ ഉണ്ടാകുന്നു. ഹൃദയമിടിപ്പ് വർദ്ധിക്കുന്നു, പ്രഷർ വർദ്ധിക്കുന്നു. ഇതൊക്കെ കാരണം എന്താണ്? നമ്മൾ കഴിക്കുന്ന ഭക്ഷ്യപദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന മാരകമായ വിഷപദാർത്ഥങ്ങൾ നമ്മളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി രോഗിയായി തീർന്നാൽ അവിടെ നിന്ന് രക്ഷയുണ്ടോ നമുക്ക്? നമ്മുടെ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് പോയാൽ, ഒരു ഗവൺമെന്റ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ ഒരു സർക്കാർ ഹോസ്പിറ്റലിലേക്കോ പോയാൽ അവിടെ നമുക്ക് എളുപ്പത്തിൽ ചികിത്സ ലഭ്യമാകുമോ? നമുക്ക് കാര്യമായ എന്തോ പ്രശ്നം, നമ്മുടെ വയറ് സംബന്ധമായി, ഹാർട്ട് സംബന്ധമായി, ലിവർ സംബന്ധമായി എന്തെങ്കിലും അസുഖമുണ്ടായി, നമുക്ക് വളരെ എത്രയും പെട്ടെന്ന് വിദഗ്ധമായ ചികിത്സ കിട്ടണം. ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ നീണ്ട നിരകളാണ് കാത്തുകെട്ടി കിടക്കുന്നതിനെ മടിച്ച്. ഇന്ന് ഇൻഷുറൻസ് ഒക്കെ ഉള്ളതല്ലേ, നേരെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലേക്ക് പോകും. അവിടെ നമുക്ക് അനിവാര്യമല്ലാത്ത ഓപ്പറേഷനുകൾ അവർ നിശ്ചയിക്കും. മറ്റ് ഡോക്ടർമാരെ, അതേ തരത്തിലുള്ള സ്പെഷ്യലിസ്റ്റുകളെ പോയിട്ട് കൺസൾട്ട് ചെയ്ത് വിദഗ്ധമായ അന്വേഷണം നടത്തി അവരുടെ കൃത്യമായ ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ചികിത്സിക്കുന്നതിന് പകരം പെട്ടെന്ന് ധൃതിപ്പെടുകയാണ്. പെട്ടെന്ന് ഓപ്പറേഷൻ വേണം, എത്രയും വേഗം വേണം. മാരകമായ മരുന്നുകളാണ് കൊടുക്കുന്നത്. അവിടെ നിന്നും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ കൊള്ളയടിക്കുകയാണ്, മനുഷ്യരെ കൊള്ളയടിക്കുകയാണ്, പണം പിടുങ്ങുകയാണ്. നമ്മളെല്ലാം നഷ്ടപ്പെട്ടു പോവുകയാണ്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്ക് പ്രകാരം ഇതുവരെ അടുത്ത സമയത്തായി 6 കോടിയിലധികം ആളുകളാണ് ദരിദ്രരായി മാറിയിട്ടുള്ളത്. എന്തിന്റെ പേരില്? ചികിത്സയുടെ പേരില്. സഹോദരങ്ങളെ, ഇത്തരത്തിൽ മാരകമായ നിലയിലുള്ള തട്ടിപ്പുകള്, ഹോസ്പിറ്റലുകള്, അവിടുത്തെ ഓപ്പറേഷൻ തിയേറ്ററുകളിലെ ഈ മൂർച്ചയുള്ള ആയുധങ്ങളല്ല, അതിനേക്കാൾ വലുത് അവന്റെ കഴുത്തറുക്കുന്ന ഇവരുടെ ചൂഷണങ്ങളാണ് മനുഷ്യന് സഹിക്കാനാവാത്തത്. അപ്പൊ അത്തരത്തിൽ അവിടെയും അങ്ങനെ ചൂഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. മക്കളെ പഠിപ്പിക്കാമെന്ന് വെച്ചാൽ എഞ്ചിനീയറിംഗിന്റെയും അതേപോലെ മെഡിസിന്റെയും മേഖലകളിൽ, അവിടെയൊക്കെ തന്നെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് മേഖലകളിൽ സീറ്റ് കൊടുക്കുന്നതിന്റെ പേരിൽ വമ്പിച്ച തട്ടിപ്പാണ്. ലക്ഷങ്ങളും കോടികളും ഈടാക്കുകയാണ്. അതേപോലെ തന്നെ നമുക്ക് അവകാശപ്പെട്ട നിലയിൽ സംവരണത്തിന്റെ പേരിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ അവർക്ക് പഠിക്കാൻ സീറ്റ് കിട്ടാത്ത അവസ്ഥയാണുള്ളത്. അങ്ങനെ വിദ്യാഭ്യാസത്തിന്റെ മേഖലകളിൽ, ഉദ്യോഗത്തിന്റെ മേഖലകളിൽ മുസ്ലിം പിന്നാക്ക ജനവിഭാഗങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള ജനസംഖ്യാനുപാതികമായി കിട്ടേണ്ട, സംവരണാടിസ്ഥാനത്തിൽ കിട്ടേണ്ട ഉദ്യോഗങ്ങൾ അത് കിട്ടാതെ, ആനുപാതികമായി മുസ്ലിങ്ങൾക്ക് കിട്ടേണ്ട അവകാശം കിട്ടാതെ അവിടെയും ചൂഷണങ്ങൾ നടക്കുകയാണ്. എല്ലാ മേഖലയിലും ചൂഷണത്തിന്റെ മേഖലയായി മാറി. തൊഴിൽ മേഖലകളിൽ വമ്പിച്ച കുത്തക കമ്പനികളും മുതലാളിമാരും അവരൊക്കെ തന്നെ മാൻ പവറിനെ ചൂഷണം ചെയ്യുകയാണ്.
മനുഷ്യ വിഭവശേഷിയാണ്, മനുഷ്യന്റെ ഊർജമാണ് ഏറ്റവും വലിയ മുതല്. അതിനെ പരമാവധി മാക്സിമം പിഴിഞ്ഞെടുക്കുകയാണ്. അടുത്തിടെ പൂനെയിലുള്ള ഒരു വലിയ ബഹുരാഷ്ട്ര കുത്തക കമ്പനിയിൽ ജോലി നൽകിയിരുന്ന ഒരു ബെന്നി എന്ന് പറയുന്ന 27 വയസ്സുള്ള ഒരു പെൺകുട്ടി 4 മാസം ജോലിയെടുത്തു, കുഴഞ്ഞു വീണ മരിച്ചു. കാരണം എന്താണ്? വിശ്രമമില്ല. വലിയ ശമ്പളം കിട്ടും, വേതനം കിട്ടും, അവിടെ 24 മണിക്കൂറും പണിയാണ്. രക്തസമ്മർദ്ദം കൊണ്ട് കുഴഞ്ഞു വീണ മരിച്ചു. അവസാനം ആ കമ്പനിക്കെതിരെ കേസ് എടുക്കാൻ പോകുമ്പോഴും അത് വിജയിക്കാത്ത പരിഭവങ്ങളുമായി അമ്മയുടെ പരിദേവനങ്ങൾ പത്രങ്ങളിൽ വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, ഈ നിലയില് എല്ലാ മേഖലകളിലും ചൂഷണങ്ങൾ അരങ്ങേറുകയാണ്. തട്ടിപ്പും വെട്ടിപ്പും ചതിയും വഞ്ചനയുടെയും ലോകമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കൂട്ടത്തിലെ ഏറ്റവും മാരകവും ഭീകരവുമായ തട്ടിപ്പ് ആത്മീയതയുടെ പേരുള്ള തട്ടിപ്പാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നിങ്ങൾ സൂക്ഷിക്കണം. ആത്മീയമായ തട്ടിപ്പ് കേന്ദ്രങ്ങളെയും സംഘങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കണം. നമ്മൾ എല്ലാ കാര്യങ്ങളും കേൾക്കുന്നത് നാം ഏത് സംഘടനയാണ്, പറയുന്നവൻ ഏത് സംഘടനയുടെ ആളാണ് എന്ന ഒരു ആമുഖത്തോടു കൂടിയാണ്. അത് നമുക്ക് കളയാം. നമ്മളൊരു മുസ്ലിമാണ്, പറയുന്ന സഹോദരനും ഒരു മുസ്ലിമാണ്, അത് പ്രമാണബദ്ധമാണെങ്കിൽ, അത് സത്യസന്ധമാണെങ്കിൽ നമുക്ക് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഇഹലോകത്തുണ്ടാക്കുന്ന നഷ്ടമാണ് നേരത്തെ പറഞ്ഞ വിദ്യാഭ്യാസ മേഖലയിൽ, തൊഴിൽ മേഖലയിൽ, രാഷ്ട്രീയ മേഖലയിൽ ഒക്കെ നമ്മൾ അനുഭവിക്കുന്ന ചൂഷണങ്ങളും തട്ടിപ്പുകളും. എന്നാൽ പരലോകം കൂടി നഷ്ടപ്പെട്ടു പോകുന്നതാണ് ആത്മീയ തട്ടിപ്പുകൾക്ക് നമ്മൾ ഇരയായാലുള്ള അവസ്ഥ. പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്, മാകാന ലിബശരിൻ അൻ യഅതിയഹുല്ലാഹുൽ കിതാബ വൽ ഹുക്മ വൻ നുബുവ്വ. ഒരു മനുഷ്യനോടും അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് പ്രവാചകത്വവും വേദഗ്രന്ഥവും അതേപോലെ വിധികളും നൽകിയിട്ട് പടച്ചതമ്പുരാൻ പറയുകയില്ല, സുമ്മ യഖൂലു ലിന്നാസി കൂനു ഇബാദൻ ലി മിൻ ദൂനില്ലാ. ഒരു മനുഷ്യനും ഒരു പ്രവാചകനും പറയുകയില്ല, നിങ്ങൾ എനിക്ക് അടിമപ്പെടൂ, നിങ്ങൾ എനിക്ക് സേവനം ചെയ്യൂ, നിങ്ങൾ എനിക്ക് ദാസ്യവൃത്തി ചെയ്യൂ, പടച്ചവനല്ല എന്നെയാണ് അടിമപ്പെടേണ്ടത് എന്ന് ഒരു പ്രവാചകനും പറയുകയില്ല. അല്ലാഹു പറയുന്നു, വലാകിൻ, പക്ഷേ ആ പ്രവാചകന്മാർ ജനങ്ങളോട് പറഞ്ഞത്, കൂനു റബ്ബാനിയീൻ ബിമാ കുൻതും തുഅല്ലിമൂനൽ കിതാബ വബിമാ കുൻതും തദ്റുസൂൻ. നിങ്ങൾ അല്ലാഹുവിന്റെ ആളുകളായി മാറുക. അല്ലാഹുവിന്റെ വേദഗ്രന്ഥവും ആ വേദഗ്രന്ഥം അനുസരിച്ചിട്ടുള്ള വിധിവിലക്കുകളും അതേപോലെ പ്രവാചകത്വവും ഒക്കെ വിവരിച്ചു കൊടുത്തിട്ട് ആ പ്രവാചകന്മാർ ജനങ്ങളോട് പറയുന്നത്, നിങ്ങൾ എനിക്കടിമപ്പെടൂ എന്നല്ല, എന്റെ അടിമകളായി മാറൂ എന്നല്ല, എന്നെ ആരാധിക്കൂ എന്നല്ല, എനിക്ക് ദാസ്യവൃത്തി ചെയ്യൂ എന്നല്ല, പ്രപഞ്ചനാഥനായ റബ്ബുൽ ആലമീനായ അല്ലാഹുവിന് നിങ്ങൾ അടിമപ്പെടൂ, അവന്റെ ആളുകളായി മാറൂ. നിങ്ങൾ ബിമാ കുന്തും തുഅല്ലിമൂനൽ കിതാബ വബിമാ കുന്തും തദ്റുസൂൻ. നിങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ള വേദഗ്രന്ഥം അനുസരിച്ച് നിങ്ങൾ റബ്ബിന്റെ ആളുകളായി മാറൂ എന്നാണ്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ കിതാബും ദീനുൽ ഇസ്ലാമും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ട് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പണ്ഡിതന്മാരുടെയും നേതാക്കന്മാരുടെയും ദാസ്യവൃത്തി ചെയ്യുന്ന അവസ്ഥയിലേക്ക് ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആത്മീയ തട്ടിപ്പുകൾ ധാരാളം കാണുന്നുണ്ട്. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരും മഹാത്മാക്കളാണ്. അവരെ ആദരിക്കണം, ബഹുമാനിക്കണം. അവരെ ഏത് മുഅ്മിനീങ്ങളെയും മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങളെ സിയാറത്ത് ചെയ്യുന്നത് സുന്നത്താണ്. അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. ഇതൊക്കെ ഉള്ളതോടൊപ്പം തന്നെ മറുഭാഗം ഒന്നുണ്ട്, പണ്ഡിതന്മാർക്ക് മഹത്വമുണ്ട്. പണ്ഡിതന്മാർ ഉന്നതന്മാരാണ്. അല്ലാഹുവിന്റെ കിതാബും അവന്റെ റസൂലിന്റെ സുന്നത്തും പടച്ചവന്റെ ദീനും കൈകാര്യം ചെയ്യുന്നവർക്ക് വല്ലദീന ഊതുൽ ഇൽമ ദറജ, പണ്ഡിതന്മാർക്ക് ഒരുപാട് പദവികളുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. മറുഭാഗത്ത് ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള വ്യാജ പണ്ഡിതന്മാരുടെ, അതല്ലെങ്കിൽ പണ്ഡിതന്മാർക്ക് പറ്റുന്ന അബദ്ധങ്ങളുടെ പേരിൽ അവരുടെ
ബലിയാടുകളായി മാറാതിരിക്കുകയും വേണം. ഇന്ന് നമ്മൾ കാണുന്നു മഹാത്മാക്കളുടെ മക്ബറകളുടെ പേരില് വമ്പിച്ച തോതിലുള്ള സാമ്പത്തിക തട്ടിപ്പുകളും സ്ത്രീ ചൂഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു പല ഭാഗത്തും. ഇവിടെ വിശ്വാസത്തിന്റെ പേരിലുള്ള തർക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഞാൻ പറയുന്നത് അത്തരത്തിലുള്ള മക്കാമുകളുടെ മക്ബറകളുടെ ജാറങ്ങളുടെ പേരില് വമ്പിച്ച സാമ്പത്തിക തട്ടിപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മക്ബറ ജാറ വ്യവസായങ്ങളാണ് പൊടിപൊടിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, തിരുവനന്തപുരം കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ, അതല്ലെങ്കിൽ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ സഞ്ചരിച്ചാൽ ഇന്ത്യയിലെ തന്നെ മക്ബറകൾ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. അവിടെയൊക്കെ നടക്കുന്ന വമ്പിച്ച തട്ടിപ്പുകള്, ആ മക്ബറകളെ ഉപജീവിച്ചു പോകുന്ന ജീവനക്കാര്. ഞാൻ കഴിഞ്ഞ ആഴ്ചയില് ഏർവാടിയിൽ പോകേണ്ടി വന്നു. ഏർവാടിയിൽ പോകുന്ന സമയത്ത് അവിടെ സിയാറത്തിന് വേണ്ടി ചെല്ലുമ്പോ അവിടെ നിൽക്കുന്ന കുറേയേറെ ആളുകള് അവിടെ നിന്നുകൊണ്ട് പൈസ വാങ്ങുകയാണ്. 10 രൂപ ഖബറിലേക്ക് നോക്കാൻ, അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ 10 രൂപ കൊടുക്കണം. അതിന്റെ ഉള്ളിൽ കയറണമെങ്കിൽ എഴുതി വച്ചിരിക്കുന്നു 100 രൂപ കൊടുക്കണം. സഹോദരങ്ങളെ, ഇതൊക്കെ ഔലിയാക്കന്മാരെ വിറ്റ് കാശാക്കുന്ന പരിപാടികളാണ്. മുഅ്മിനീങ്ങളുടെ ഖബറിടങ്ങള് സന്ദർശിക്കലും അവർക്ക് വേണ്ടി ദുആ ചെയ്യലും സലാം പറയലും പ്രത്യേകമായ പുണ്യമുള്ള കാര്യമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ഇവിടെയൊക്കെ നടക്കുന്ന തട്ടിപ്പുകള് ആളുകളിൽ നിന്ന് പണം പിടുങ്ങുകയാണ്. ഭീമാപ്പള്ളി, കടുവാപ്പള്ളി, മമ്പുറം, എവിടെ നിങ്ങൾ എടുത്തു നോക്ക്, കൊണ്ടോട്ടി നേർച്ച എന്ന് പറഞ്ഞൊരു സാധനം വരാനുണ്ട്. ഇവിടെയൊക്കെ നടക്കുന്ന തട്ടിപ്പുകള്, സാമ്പത്തികമായ തട്ടിപ്പുകൾ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റുമോ? നിങ്ങൾ ആലോചിച്ചു നോക്കി. എനിക്കറിയാം, തിരുവനന്തപുരം ഭീമാപ്പള്ളി മക്ബറ അത് കോടിക്കണക്കിന് രൂപയ്ക്കാണ് ലേലം വിളിച്ചു കൊടുക്കുന്നത്. ഒരു കൊല്ലത്തെ നടത്തിപ്പിന് വേണ്ടി, ഒരു കൊല്ലത്തെ അതിന്റെ പേരുള്ള മുഴുവൻ വരുമാനവും മഹദിയായ ഭീമാ ബീവിയെയും മാഹിയും അബൂബക്കർ റഹിമഹുല്ലായെയും ഒക്കെ തന്നെ അവര് വിലക്കി വിൽക്കുകയാണ്. ഇത് തന്നെ പലയിടത്ത് നടക്കുന്നത്. ടോൾ പിരിവ് പോലെ മഹാന്മാരായ ആളുകളെ വിലക്കി വിൽക്കുകയാണ്. അവിടെയൊക്കെ നടക്കുന്ന ഉറൂസുകളുടെ പേരിൽ എന്തൊക്കെ കൂത്താട്ടങ്ങളാണ് നടക്കുന്നത്. പടച്ചോൻ ഹറാമാക്കിയ കാര്യങ്ങളൊക്കെ അന്നത്തെ രാത്രി അവിടെ കിട്ടും. ആ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. സ്ത്രീ ചൂഷണങ്ങൾ അതിന്റെ പേരിൽ നടക്കുന്നില്ലേ? സിയാറത്ത് യാത്രകളുടെ പേരിൽ ആണും പെണ്ണും കൂടിക്കലർന്ന് നമസ്കരിക്കാതെ, പടച്ചോനെ പേടിയില്ലാതെ ആട്ടും കൂത്തും പാട്ടുമായിട്ട് ഇങ്ങനെ ഓരോരുത്തർ ആട്ടിത്തെളിച്ച് ഓരോരോ മക്ബറകളിലേക്ക് കൊണ്ടുപോകുന്നില്ലേ? ഇതൊക്കെ ശരിയായ പരിപാടികളാണോ? ഇതിനൊക്കെ നമ്മൾ കൂട്ടുനിൽക്കുന്നു. നമുക്ക് കിട്ടുന്നത് എന്താ? അവിടെ നിന്നും അവിടെ അടങ്ങിയിരിക്കുന്ന മഹാത്മാക്കളായ ആളുകളുടെ പുണ്യമായ മാർഗങ്ങളെ പറ്റിയാണോ നമ്മൾ ചിന്തിക്കാറുള്ളത്? അവർ റബ്ബിനോട് കാണിച്ചിട്ടുള്ള സ്നേഹമാണോ നമുക്കും കിട്ടുന്നത്? അവർ തെളിച്ച ആഖിറത്തിന്റെ വഴിയാണോ നമ്മുടെ മുമ്പിലുള്ളത്? അവിടെ മഹത്തായ ജീവിതത്തിന്റെ മാതൃകകളാണോ നമുക്ക് പിന്തുടരാൻ സാധിക്കുന്നത്? സാധിക്കുന്നില്ലല്ലോ. അപ്പൊ ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ വ്യാപകമായി വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ അറബി കോളേജ്, ഇസ്ലാമിക സ്ഥാപനങ്ങൾ, അതിന്റെ പേരിലുള്ള ചൂഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഭൗതിക സ്ഥാപനങ്ങളും കലാലയങ്ങളിലും ചൂഷണം നടക്കുന്നു. കമ്പോളത്തിലും രാഷ്ട്രീയത്തിലും തൊഴിലിടങ്ങളിലും ചൂഷണം നടക്കുന്നു. ഇതിൽ നിന്ന് മുക്തമല്ല ആത്മീയ കേന്ദ്രങ്ങള്. നിങ്ങൾ ആലോചിച്ച് നോക്കി. പലയിടത്തും പിരിവ് നടത്തുന്നു. അറബി കോളേജിന് വേണ്ടി, ഇസ്ലാമിക സ്ഥാപനങ്ങൾക്ക് വേണ്ടി കളക്ഷൻ നടക്കുന്നു. അതിന്റെ നിശ്ചിത വിഹിതം ആ കളക്ഷൻ നടത്തുന്നവർക്കുള്ളതാണ്. ചിലയിടങ്ങളിലൊക്കെ 1 ലക്ഷം രൂപ കിട്ടിയാൽ 40% 40,000 രൂപ തന്റെ പോക്കറ്റിലേക്ക് വെക്കാൻ അവർക്ക് കഴിയുന്നു. ഇത് ബൈത്തുൽ മാലിലേക്ക് കൊണ്ട പണം. ഇവൻ കളക്ഷൻ നടത്തിയാൽ കളക്ഷൻ നടത്തുന്നതിന് എടുക്കുന്ന അധ്വാനത്തിന് അവർ പൈസ കൊടുക്കാം. പക്ഷേ അവിടെ നിന്നും കമ്മീഷനാണ്. ഇത്ര കിട്ടിയാൽ ഇത്ര ശതമാനം എന്ന് പറഞ്ഞു 1 കോടി കൊടുത്താൽ 40 ലക്ഷം തന്റെ പോക്കറ്റിൽ, തന്റെ കുടുംബത്തിന്. ഈ നിലയിലേക്ക് തട്ടിപ്പ് നടത്തുന്ന എത്രയോ സംഘങ്ങളാണുള്ളത്. നമ്മൾ ആലോചിച്ച് നോക്കണം. എന്നിട്ടോ ഇതിന്റെ പേരിൽ ഉണ്ടാക്കുന്ന വമ്പിച്ച സ്ഥാപനങ്ങൾ, രാജ്യമൊട്ടുക്കും ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങൾ, ഇതൊക്കെ തന്റെ പേരിലും തന്റെ മക്കളുടെയും കുടുംബത്തിന്റെയും പേരിലാണോ, അതോ ബൈത്തുൽ മാലിന്റെ പേരിലാണോ ഉള്ളത്? നമ്മൾ ആലോചിക്കേണ്ട വസ്തുതകളാണ്. ബൈത്തുൽ മാൽ പൊതുസ്വത്തിന്റെ പേരിലാണോ ഉള്ളത്? അതൊക്കെ ഓഡിറ്റ് ചെയ്യാറുണ്ടോ? അതിന്റെ കണക്കുകൾ നിശ്ചിതമായ ഒരു ഷൂറയ്ക്ക് മുമ്പിൽ അവതരിപ്പിക്കാറുണ്ടോ? ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട വസ്തുതകളാണ്. ഇല്ലെങ്കിൽ പിൽക്കാലത്ത് എല്ലാ സ്ഥലത്തും കേരങ്ങൾ ഉണ്ടായിത്തീരും. പടച്ചവനെ ചതിക്കപ്പെട്ടല്ലോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും. പടച്ച തമ്പുരാന്റെ നാമങ്ങളുടെ പേരിൽ, അസ്മാഉൽ ഹുസ്നയുടെ പേരിൽ
സ്വർണ്ണക്കടകൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. സ്വർണ്ണക്കടകൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. ആളുകൾ വമ്പിച്ച തോതിൽ നിക്ഷേപങ്ങൾ നടത്തുന്നു. അതിന്റെ മുമ്പിലും പണ്ഡിതന്മാരെ കാണാൻ കഴിയുന്നുണ്ട്. സഹോദരന്മാരെ, ഇങ്ങനെ വ്യാപകമായ നിലയിൽ ജുവലറികൾ പടച്ചോന്റെ പേരിൽ അവിടെയൊന്ന് ഇവിടെയൊന്ന് അള്ളാഹുടെ പേരുകളാണ് പൊങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടപാടുകൾ എങ്ങനെ, അതിന്റെ സുതാര്യത എത്രത്തോളം, അത് എത്രത്തോളം കാര്യക്ഷമമാണ്, ഇങ്ങനെ ഇത് ലാഭവിഹിതമാണോ കിട്ടുന്നത്, ഇതൊക്കെ മനുഷ്യൻ പരിശോധിക്കണ്ടേ. ഒരു മുഅ്മിൻ എന്ന നിലയിൽ അവന്റെ ചിന്തയും ബുദ്ധിയും മരവിച്ചു പോകരുത്. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ ലയഅകുലൂന അംവാലൻ നാസ്. അല്ലാഹു തആല പറയുന്നു, ഹേ സത്യവിശ്വാസികളെ, തീർച്ചയായും അഹ്ബാറുകളിലും റുഹ്ബാനുകളിലും വിട്ട ധാരാളം ആളുകൾ, അഹ്ബാറുകളും റുഹ്ബാനുകളും എന്ന് ഖുർആൻ ഇവിടെ വിശേഷിപ്പിച്ചത് ജൂതന്മാരുടെയും ക്രൈസ്തവരുടെയും പണ്ഡിതന്മാരും പുരോഹിതന്മാരും നേതാക്കളും ഒക്കെയാണ്. അവരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ലയഅകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ. അവർ ജനങ്ങളുടെ സമ്പത്തുകൾ അന്യായമായി ഒരുമിച്ച് കൂട്ടുന്നു. അവർ ഭുജിക്കുകയാണ്, അവർ സ്വന്തമാക്കുകയാണ്. വയസുദ്ദൂന അൻ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ജനങ്ങളെ തടയുകയാണ്. വല്ലദീന യക്നിസൂന അസ്ദഹബ വൽ ഫിദ്ദ. സ്വർണവും വെള്ളിയും പണങ്ങളും ഒക്കെ സ്വന്തമാക്കി കൂട്ടിവെക്കുന്ന ആളുകൾ. വല യുൻഫിഖൂനഹ ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നവർ. ഫബശ്ശിർഹും ബിഅദാബിൻ അലീം. അവർക്ക് വേദനാജനകമായ ശിക്ഷയെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. സഹോദരന്മാരെ, ഇത് ജൂത നസാറാക്കളുടെ ഇടയിൽ മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും കാലഘട്ടത്തിന് ശേഷം വന്നിട്ടുള്ള അവരുടെ പണ്ഡിതന്മാരും പുരോഹിതന്മാരും ഒക്കെ ജനങ്ങളുടെ സ്വത്ത് സമ്പത്ത് അന്യായമായി സ്വന്തമാക്കി വെച്ചിട്ടുള്ള ഒരു ചരിത്ര സംഭവമാണ് ഇത് പറയുന്നതെങ്കിൽ, ഈ സംഭവത്തെ, ഈ ആയത്തിനെ തഫ്സീർ ചെയ്തുകൊണ്ട് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറുൽ കബീറിൽ പറയുന്നത് കാണാൻ കഴിയും. വഖദ് ഇഖ്തലഫു ഫീ തഫ്സീരി ഹാദൽ ബാത്തിൽ അലാ വുജൂഹ്. അവർ അന്യായമായി ജനങ്ങളുടെ സ്വത്തുക്കൾ ഭുജിക്കുന്നവരാണ് ആ പണ്ഡിതന്മാരും പുരോഹിതന്മാരും എന്ന് പറഞ്ഞ ആ ബാത്തിൽ, അന്യായമായ ആ സമ്പാദ്യം എന്ന് പറഞ്ഞത്, അതിനെ പണ്ഡിതന്മാർ വിവിധ തരത്തിലുള്ള വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. ഒന്നാമതായി അദ്ദേഹം പറഞ്ഞു, അന്നഹും കാനൂ യഖുദൂന റിഷ ഫീ തഖ്ഫീഫിൽ അഹ്കാമി വൽ മുസാമഹതി ഫി ശറാഇ. ഇസ്ലാമിക ശരീഅത്തിന്റെ വിധികളിലും നിയമങ്ങളിലുമൊക്കെ ലഘുത്വവും ഇളവും വിട്ടുവീഴ്ചയും ചെയ്യാൻ വേണ്ടി കൈക്കൂലി കൊടുക്കും പണ്ഡിതന്മാർക്ക് ആളുകൾ. അതായിരുന്നു വലിയ സമ്പന്നനാണ് എന്നാ പിന്നെ പാവപ്പെട്ടവർ ഒരു നിയമം, സമ്പന്നന് വേറൊരു നിയമം. ഉസ്താദിന് നല്ല കൈമുടക്കൊക്കെ കൊടുത്താൽ ആ വിധിയിൽ പിന്നെ ഇളവ് വരികയാണ്. അങ്ങനെ വരുന്ന സ്വഭാവങ്ങളാണ് അന്യായമായി ഭുജിക്കുന്നത് എന്ന് പറയുന്നത്. രണ്ടാമതായി അദ്ദേഹം പറയുന്നു, അന്നഹും കാനൂ യദ്ദഊന ഇൻദൽ ഹശറാത്തി വൽ അവാമി മിൻഹും അന്നഹു ലാ സബീല ഇലൽ ഫൗസ് ബിമർളാത്തില്ലാഹ് ഇല്ലാ ബിഖിദ്മതിഹിം വതഅതിഹിം. ഇമാം റാസി റഹിമഹുല്ലാഹ് പറയുന്നു, അന്യായമായി ഈ സമ്പത്ത് ഭുജിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവർ വാദിക്കും, സാധാരണക്കാരായ പാവങ്ങളുടെ മുമ്പിൽ അവർ വാദിക്കും, നിങ്ങൾക്ക് പടച്ചോന്റെ തൃപ്തി വേണമെങ്കിൽ നിങ്ങൾ എന്ത് വേണം? ഞങ്ങളെ നിങ്ങൾ ഖിദ്മത്ത് ചെയ്യണം, ഞങ്ങളെ സേവിക്കണം, ഞങ്ങൾ പറയും പോലെ കേൾക്കണം. ഞങ്ങൾക്കെതിരെ പ്രവർത്തിച്ചാൽ അത് ഗുരുത്തക്കേടാണ്. അതുകൊണ്ട് ഞങ്ങളുടെ പൊരുത്തവും തൃപ്തിയും കിട്ടിയാലേ പടച്ചോന്റെ പൊരുത്തം കിട്ടുള്ളൂ. അതുകൊണ്ട് പണ്ഡിതന്മാരെ തൃപ്തിപ്പെടുത്തണം, അവർക്ക് സമ്പത്ത് ചെലവഴിക്കണം അവർക്ക് വേണ്ടി. പാവപ്പെട്ടവരായ ജനവിഭാഗങ്ങൾ ആ കളവുകളിലും നുണകളിലും വഞ്ചിതരായി മാറുകയാണ്. അതുകൊണ്ട് ഉസ്താദന്മാർ ചോദിച്ച പണ്ഡിതന്മാർ വലിയ വലിയ ഉസ്താദന്മാരല്ലേ, അതിനാണ് ഇതിനാണെന്ന് പറഞ്ഞ് പണം കൊടുത്താൽ ആവശ്യം അന്വേഷിക്കാതെ കണക്ക് നോക്കാതെ വാരിക്കോരി കൊടുക്കുന്നു. അതിന് കീഴും കണക്കും ഉണ്ടായെന്ന് വരില്ല, അതൊരു പക്ഷേ നേരായ മാർഗത്തിൽ ചെലവഴിച്ചെന്നും വരില്ല. അങ്ങനെ അവർക്ക് വേണ്ടി ആ പണം ചെലവഴിക്കുകയാണ്. നാലാമതായി ഇമാം റാസി റഹിമഹുല്ലാഹ് പറയുന്നു, അന്നഹും കാനൂ യുഖർറിറൂന ഇൻദ അവാമിഹിം അൻ
അവർ പറയും ഞങ്ങൾ നിലകൊള്ളുന്ന ദീനാണ് ഹക്കായ ദീൻ. നിങ്ങൾ നോക്കൂ, അക്ഷരാർത്ഥത്തിൽ ഇമാം റാസി റഹിമഹുല്ല പറഞ്ഞ അതേ സ്വഭാവം ഇന്നത്തെ സംഘടനാ തലപ്പത്തിരിക്കുന്ന പല പണ്ഡിതന്മാരും അവരും വെച്ചു പുലർത്തുന്നത് കാണാൻ കഴിയും. അവർ സാധാരണക്കാരോട് പറയും ഞങ്ങൾ നിലകൊള്ളുന്ന ദീൻ ഏതോ അതാണ് സത്യമായ ദീൻ. ആ സത്യമായ ദീൻ ഉസ്താദിൻ്റെതാണ്, ഈ പണ്ഡിതന്റേതാണ്, ഈ പ്രബോധകന്റേതാണ് യഥാർത്ഥ ദീൻ എന്ന് ആളുകൾ അങ്ങോട്ട് സമ്മതിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഈ ഹക്കായ ദീനിനെ ശക്തിപ്പെടുത്തൽ സഹോദരന്മാരെ നിങ്ങൾക്ക് ഫർളാണ്. ഇവരങ്ങോട്ട് സമർത്ഥിക്കും, വാദപ്രതിവാദം നടത്തി ഇതാണ് ഹക്കായ ദീൻ എന്ന്. ഓ ശരിയാണ്, നമ്മുടെ ഉസ്താദ്, നമ്മുടെ നേതാവ്, നമ്മുടെ പ്രബോധകനായ പണ്ഡിതൻ, പ്രഭാഷകൻ പറഞ്ഞതാണ് ഹക്ക് എന്നങ്ങോട്ട് ബോധ്യപ്പെട്ടാൽ അപ്പൊ സഹോദരന്മാരെ ഈ ദീനിനെ സത്യപ്പെടുത്തേണ്ടത് നമുക്ക് വാജിബാണ്, നിർബന്ധമാണ് എന്ന് പറയും. പിന്നെ അവർ പറയും ആ പണ്ഡിതന്മാരും മുമ്പ് കഴിഞ്ഞുപോയ പണ്ഡിതന്മാരും നേതാക്കന്മാരും വലിയ വലിയ സാമ്പത്തിക ശേഷിയുള്ളവരും വലിയ വലിയ ആൾക്കൂട്ടങ്ങളുള്ളവരുമായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ആ ദീനിനെ ശക്തിപ്പെടുത്തിയേ മതിയാവുകയുള്ളൂ. അങ്ങനെ സ്വന്തം ശരീരം ചെലവഴിച്ചും അവിടെ സമ്പത്ത് ചെലവഴിച്ചും ആ പണ്ഡിതന്മാരെ സേവിക്കാൻ അവർ രംഗത്തിറങ്ങുകയാണ്. ഇമാം റാസി റഹിമഹുല്ല പറയുന്നു, പണ്ഡിതന്മാരുടെ പ്രധാനപ്പെട്ട ഒരു അഭിപ്രായമാണിത്. ഇതാണ് ബാത്തിലായ അന്യായമായ നിലയിൽ ആളുകളുടെ സമ്പത്ത് കൈയടക്കി ഭുജിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. അദ്ദേഹം തുടർന്ന് പറയുന്നു അല്ലദീ കാനൂ ബിഹി വഹിയ ബിഅസ്രിഹ ഹാദിറത്തുൻ ഫീ സമാനിനാ. ഇത് അങ്ങനെ തന്നെ വഹിയ ബിഅസ്രിഹ ഹാദിറത്തുൻ ഫീ സമാനിനാ. ഇത് അങ്ങനെ തന്നെ നമ്മുടെ ഈ കാലഘട്ടത്തിലും നിലനിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അധികം വിവരദോഷികളുടെയും മാർഗമാണിത്. ജനങ്ങളിൽ നിന്നും വിഡ്ഢികളുടെയും അതുപോലെ സാധാരണക്കാരുടെയും ഒക്കെ പണം സ്വന്തമാക്കാൻ വേണ്ടി ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി നടക്കുന്ന ആളുകളുടെ ഒക്കെ സ്വഭാവം ഇതാണ് എന്ന് ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ തഫ്സീറുൽ കബീറിൽ പറയുന്നത് കാണാൻ കഴിയും. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് നമുക്കൊക്കെ അന്ധമായി പണ്ഡിതന്മാര് വേണം, നേതാക്കന്മാര് വേണം, പ്രബോധകന്മാര് വേണം, വസ്തുനിഷ്ഠമായി ദീനിനെ പഠിക്കണം, ദീന് പറഞ്ഞു തരുന്നവരെ സ്നേഹിക്കണം, ബഹുമാനിക്കണം, എല്ലാം വേണം. പക്ഷേ അന്ധമായി ആരെയും അനുകരിക്കരുത്, ആർക്കും അനാവശ്യമായി പണം കൊടുക്കരുത്. നന്മയുടെ വഴിയിൽ, ധർമ്മത്തിന്റെ വഴിയിൽ പടച്ചവന്റെ ദീനിനെ നിഷ്കളങ്കമായി വിഭാഗീയതയില്ലാതെ തർക്കമില്ലാതെ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പണം ചെലവഴിച്ചേ മതിയാകൂ, ഇല്ലെങ്കിൽ അള്ളാഹ് ശിക്ഷിക്കും. പക്ഷേ സംഘടനകളെ വളർത്താൻ, അവരുടെ ഗ്രൂപ്പിസം വളർത്താൻ, തമ്മിലടിപ്പിക്കാൻ, ആളുകളുടെ മുമ്പിൽ കെട്ടുകാഴ്ചകൾ നടത്താൻ, വലിയ വലിയ സമ്മേളനങ്ങൾ ഉണ്ടാക്കി മറു ഗ്രൂപ്പിനെ പ്രകോപിപ്പിച്ച് തമ്മിലടിപ്പിക്കുന്ന ശൈഥില്യങ്ങൾ ഉണ്ടാക്കാൻ നമ്മുടെ പണങ്ങൾ ചെലവഴിക്കരുത്. നമ്മൾ അങ്ങനെ ഞാൻ പറഞ്ഞതാണ് ഹക്ക് എന്ന് സംവാദം നടത്തി, വാദപ്രതിവാദം നടത്തി, ആളുകളെ പറഞ്ഞു ധരിപ്പിച്ച് അത് സമ്മതിച്ചു കഴിയുമ്പോ ആളുകളിൽ നിന്ന് പണം ഇഷ്ടം പോലെ ഉസ്താദ് പറഞ്ഞതാണ് ഹക്ക് എന്ന് പറഞ്ഞ് വാരിക്കോരി കൊടുക്കുന്ന വിഭാഗീയതയുടെ അത്തരത്തിലുള്ള കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ, സംഭവങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ നിമിത്തമാകരുത്. മുസ്ലിം സമുദായത്തിന് ഉമ്മത്ത് എന്ന നിലയിൽ ഉപകരിക്കുന്ന പള്ളികൾ വേണം, മദ്രസകൾ വേണം, സ്ഥാപനങ്ങൾ വേണം, സംവിധാനങ്ങൾ വേണം, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വേണം, സാമൂഹിക ക്ഷേമം വേണം, വിദ്യാഭ്യാസം വേണം, പുരോഗമന പ്രവർത്തനങ്ങൾ വേണം. അത് ഏത് പ്രസ്ഥാനം ചെയ്താലും അംഗീകരിക്കണം. പക്ഷേ വിഭാഗീയതയുടെ കെട്ടുകാഴ്ചകളായി, പ്രകോപനത്തിന്റെ ഇടങ്ങളായി മാറുന്ന ഒരു സംഗതിയെയും നമ്മൾ പിന്തുണയ്ക്കരുത്. ആർക്ക് പണം കൊടുത്താലും, ആരുടെ ആരോഗ്യരംഗത്തുള്ളവരാകട്ടെ, മതരംഗത്തുള്ളവരാകട്ടെ, കമ്പോളത്തിന്റെ മേലുള്ളവരാകട്ടെ, അതേപോലെ
ആർക്കും ഒരു ദുരവസ്ഥയും വന്നു പോകരുത്. അല്ലാഹു തആല പറഞ്ഞു, വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം ഇന്നസ് സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. അന്ധമായി ഒരു കാര്യത്തെയും തെളിവന്വേഷിക്കാതെ വസ്തുത പരിശോധിക്കാതെ ഒരു കാര്യത്തിന്റെയും പിന്നാലെ നീ അന്ധമായി പോകരുത്. തീർച്ചയായും നിന്റെ കേൾവിയും നിന്റെ കാഴ്ചയും നിന്റെ കേൾവിയും നിന്റെ ചിന്തയും അല്ലാഹുവിങ്കൽ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അല്ലാഹ് ചോദിക്കും. ഇവിടെ ചതിക്കുഴിയിൽ വീണിട്ട് അവിടേക്ക് ചെന്നാൽ റബ്ബ് ചോദിക്കും, നിനക്ക് കാഴ്ച തന്നിട്ടില്ലായിരുന്നോ? നിനക്ക് ചിന്ത തന്നിട്ടില്ലായിരുന്നോ? നിനക്ക് ബുദ്ധി തന്നിട്ടില്ലായിരുന്നോ? നിനക്ക് കേൾവി തന്നിട്ടില്ലായിരുന്നോ? വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ സത്യസന്ധമായി കാര്യങ്ങൾ പരിശോധിച്ച് നിനക്ക് തെരഞ്ഞെടുത്തുകൂടായിരുന്നോ എന്ന് അല്ലാഹു ചോദിക്കും. പരിശുദ്ധ ഖുർആൻ ഓർമ്മിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഖുർആൻ ചോദിക്കുന്നു, ഞാൻ അവസാനിപ്പിക്കുന്നു. അഫമൻ യംശി മുകിബ്ബൻ അലാ വജ്ഹിഹി അഹ്ദാ അമ്മൻ യംശി സവിയൻ അലാ സിറാത്തി മുസ്തഖീം. തലകുമ്പിട്ട് നടക്കുന്നവൻ, അഫമൻ യംശി മുകിബ്ബൻ അലാ വജ്ഹിഹി, മുഖം കുത്തി തല താഴ്ത്തി നടക്കുന്നവൻ അവനാണോ? അമ്മൻ യംശി സവിയൻ അലാ സിറാത്തി മുസ്തഖീം, നേരായ മാർഗത്തിൽ നിവർന്നു നടക്കുന്നവനാണോ ഏറ്റവും വലിയ സന്മാർഗി എന്ന് അല്ലാഹു ചോദിക്കുന്നു. തട്ടിപ്പുകൾക്ക് ഇരയായവന്റെ തല താഴ്ന്നിരിക്കും. ആളുകൾക്ക് മുഖം കൊടുക്കാൻ കഴിയൂല, അവരോട് വിശദീകരിക്കാൻ കഴിയൂല. ഞാൻ ചീറ്റ് ചെയ്യപ്പെട്ടവനാണ്, വഞ്ചിക്കപ്പെട്ടവനാണ്, ചതിക്കപ്പെട്ടവനാണ്, എന്റെ ഈ മണ്ടത്തരം മറ്റാരും അറിയരുത് എന്ന് വിചാരിച്ചു ആർക്കും മുഖം കൊടുക്കാതെ അയാൾ ഇങ്ങനെ ഇരിക്കും. എനിക്കറിയാം, ഏറ്റവും ഒടുവില് ഒരു സഹോദരന്റെ കല്യാണത്തിന് പങ്കെടുക്കേണ്ടി വന്നു. ഒരു കോളേജ് പ്രൊഫസറാണ്, PhD ഉള്ളവനാണ്. പക്ഷേ അദ്ദേഹം 1 കോടിയോളം രൂപ തന്റെ ഒരു ബന്ധുവിന് കൊടുത്തു. ഓരോ സമയത്തും വീട്ടുകാർ വിചാരിച്ചു നിക്ഷേപമാണ് എന്ന്. ആ പാവപ്പെട്ടവൻ കൊടുക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൽ നിന്ന് വാങ്ങിക്കൊണ്ടേയിരുന്നു. അദ്ദേഹം ഇന്ന് ഡിപ്രഷൻ അടിമയായി. അദ്ദേഹം ഒരു മെലിഞ്ഞ് ഉണങ്ങിയ, ആരോടും സംസാരിക്കാത്ത ഒരു മനുഷ്യനായി മാറിപ്പോയിരിക്കുന്നു. നല്ല സമ്പന്നനായിരുന്നു. ഏത് ഇടപാടുകൾ നടത്തിയാലും ചതിക്കപ്പെടരുത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ രേഖകളുടെ അടിസ്ഥാനത്തിലാകണം. ബാപ്പയാണ് കൂടെ ഉള്ളതെങ്കിലും ബിസിനസ്സിലുള്ളതെങ്കിലും രേഖയുടെ അടിസ്ഥാനത്തിലും കൃത്യമായ ധാരണയുടെ അടിസ്ഥാനത്തിലുമാകണം. പിന്നീട് സമ്പന്നത വരുമ്പോ, ലാഭം വരുമ്പോ മട്ടുമാറുന്ന അവസ്ഥകൾ ഉണ്ടായിത്തീരും. അതുകൊണ്ട് ചതിക്കപ്പെടരുത്. അഫമൻ യംശി മുകിബ്ബൻ അലാ വജ്ഹിഹി, തട്ടിപ്പിനും ചതിക്കും ഇരയാവേണ്ടേ മുഖം താഴ്ന്നിരിക്കും. തട്ടിപ്പ് നടത്തിയവൻ, വഞ്ചിച്ചവൻ, അവനും ആർക്കും മുഖം കൊടുക്കൂല, അവന്റെയും തല താഴ്ന്നിരിക്കും. ഏത് തരത്തിലുള്ള തട്ടിപ്പായാലും. അതേസമയം ഒരു നേർമാർഗത്തിൽ എവിടെയും ചതിക്കപ്പെടാതെ റബ്ബിനെ ഓർത്ത് നല്ല ബുദ്ധിപൂർവം നല്ല ചിന്തയോടെ ജീവിച്ചു പോയവൻ, അവൻ നിവർന്നു നടക്കും, ഇസ്സത്തോടെ അഭിമാനത്തോടെ നടക്കും. പരിശുദ്ധ ഖുർആൻ ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ തരത്തിലുമുള്ള ചൂഷണങ്ങളിൽ നിന്നും ചതികളിൽ നിന്നും തട്ടിപ്പുകളിൽ നിന്നും നമ്മളെല്ലാവരെയും സുരക്ഷിതരാക്കുമാറാകട്ടെ. നമ്മളെയും നമ്മുടെ സഹോദരിമാരെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ ആരെയും വഞ്ചിക്കാതെ, പറ്റിക്കാതെ, ചതിക്കാതെ സത്യസന്ധമായി, നീതിയുക്തമായി, മാന്യമായി ജീവിച്ച് ഇസ്സത്തോടെ മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. നാളെ പരലോകത്ത് വിജയികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം.